രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജിക്ക് വേണ്ടി കോൺഗ്രസിനകത്തും പുറത്തും സമ്മർദ്ദമേറുമ്പോൾ നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അതും പോരാഞ്ഞിട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. പോരെ, ആവശ്യപ്പെടുന്നവരെല്ലാം പിരിഞ്ഞു പോയിക്കൊള്ളിൻ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഉത്തരവ്. ഇതും കേട്ടോണ്ട് തലേം ചൊറിഞ്ഞ് പോകുന്നവരല്ല നാട്ടുകാരും വോട്ടർമാരും എന്നൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ സണ്ണി ജോസഫിനും വി ഡി സതീശനും ചെന്നിത്തല നായർക്കും കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ 2026 അങ്ങ് വന്നേരും. ഇത് പാലക്കാട്ടുകാർ മാത്രമല്ല പറയുന്നത്, കേരളത്തിലെ മുഴുവൻ വോട്ടർമാരുമാണ് പറയുന്നത്. നിങ്ങൾ വലിയ തുടർഭരണം 26 അധികാരത്തിൽ വരുമെന്നുള്ള കണക്കുകൂട്ടലിലാണല്ലോ ഇരുന്നത്. ഇപ്പോൾ തുടർഭരണത്തിന് സാധ്യത ഉണ്ടാക്കി വെച്ച് കൊടുത്തിരിക്കുകയല്ലേ. നിങ്ങളുടെ ഈ യൂത്ത് കോൺഗ്രസ് പദവി ആർക്കാണ് വേണ്ടത്? അത് നിങ്ങൾ കുറേ പേരിരുന്ന് നടത്തുന്ന തോന്നിവാസങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇതുപോലെ യൂത്ത് കോൺഗ്രസ് പദവിയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് കുറേ തോന്നിവാസങ്ങൾ ചെയ്യാം. അതിനുള്ള ഒരു അനുമതിയാണ് ആ പദവി എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഇത് ആഗോള തലത്തിലുള്ള എന്തോ ആണെന്ന് തോന്നുന്നു. ഇതുപോലെയാണ് DYFIക്കാരും DYFIയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ആഗോളം ആയിട്ടുള്ള എന്തോ ആണെന്നാണ്. ഇങ്ങനെ ആഗോളമാണെന്നും പറഞ്ഞാണ് നമ്മുടെ AA റഹീം നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ ഭരണം കൂടി ഇവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം എത്രത്തോളം ഇവിടെ കിടന്ന് വിലസുമായിരുന്നു. ഭരണമില്ലാതെ ഇങ്ങനെ. അപ്പോൾ ഭരണം ഉണ്ടായിരുന്നുവെങ്കിലോ? ഇത് എത്ര പേരുടെ അടുക്കൽ പരാതി എത്തിയതാണ്? കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന് തന്നെ 19 ഇമെയിൽ ചെന്നിട്ടുണ്ട്. 19 എണ്ണം. ഇവിടെ സംസ്ഥാന അധ്യക്ഷന് KPCCയുടെ സംസ്ഥാന പ്രസിഡന്റിന് വന്നു, ഷാഫി പറമ്പിലിനും ചെന്നിട്ടുണ്ട്, VD സതീശനും. ഇവരെല്ലാം ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അങ്ങനെയാണെങ്കിലും മാന്യമായി ഒതുക്കി തീർക്കാമായിരുന്നല്ലോ. ഇത് സ്ത്രീകളോടുള്ള പരാക്രമമാണ് നടന്നിരിക്കുന്നത്. VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ നരാധമന്മാരെ കയ്യാമം വെച്ചുകൊണ്ട് ഈ തെരുവിലൂടെ നടത്തിക്കണം. നരാധമന്മാർ എന്ന വാക്ക് തന്നെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള നരാധമനാണ് ഇവരൊക്കെ തന്നെ. ഇതിനകത്ത് ഈ KPCC അധ്യക്ഷൻ തന്നെ പറയാമല്ലോ, ഈ MLA സ്ഥാനം രാജിവെച്ച് പുറത്തു പോവുക, രാജി എഴുതി വാങ്ങണം. ഇതിപ്പോൾ വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിട്ടതാണ് ഈ KPCC യൂത്ത് കോൺഗ്രസ് ചെയർമാനും പ്രാഥമിക അംഗത്വവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളത് ചെയ്തല്ലോ എന്നങ്ങ് പറഞ്ഞ് കൈമലർത്താം. രാജി എഴുതി വാങ്ങണം, പാർട്ടിയിൽ നിന്നും പുറത്താക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് ക്ലീൻ ഇമേജ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതല്ലെങ്കിൽ നോക്കിക്കോ, എഴുതി വയ്ക്കാം, മിസ്റ്റർ സണ്ണി ജോസഫ്, നിങ്ങൾ 2026 അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അത് ഉറപ്പായ കാര്യമാണ്. നിങ്ങളുടെ ഈ മുന്നണി തകർന്ന് തരിപ്പണമാകും. മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളും ഒക്കെ അവരവരുടെ വഴികളിലൂടെ പോകും. കോൺഗ്രസ് ഇവിടെ കുഴിമാടം തോണ്ടും. അതിന് കുഴി തോണ്ടിത്തരാൻ രാഹുൽ മാങ്കൂട്ടം തന്നെ മൺവെട്ടിയുമായിട്ട് നിൽക്കുകയാണ്. രക്ഷപ്പെടാനുള്ളവർ കുറച്ച് പേര് BJPയിലേക്കും പോകും. അത് ഉറപ്പായ കാര്യമാണ്. കോൺഗ്രസിലെ വനിതകൾ അടക്കമുള്ള നേതാക്കന്മാർ രംഗത്ത് നിൽക്കുകയല്ലേ. ഷാനി മോളും അതുപോലെ തന്നെ ഉമാ തോമസ്, തൃക്കാക്കര MLA, PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ്, KK രമ RMPയുടെ എന്നുള്ളതാണെന്ന് പറയാം. ഉമാ തോമസ് കോൺഗ്രസ് പാർട്ടിയിലാണ്. ഉമാ തോമസ് ശക്തമായിട്ട് വാദിക്കുകയാണ് ഇപ്പോഴും രാജിവെക്കണം. കാരണം
ഈ ഇത്തരത്തിലുള്ള നരാധമന്മാരുമായിട്ട് നിയമസഭയിൽ പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കാൻ തന്നെ അറപ്പും വെറുപ്പും ഉളവാക്കുന്നു എന്നാണ് പറയുന്നത്. കാർക്കിച്ച് തുപ്പും ചിലപ്പോൾ അവരെ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് പോകാതെ നിങ്ങൾ പുറത്താക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഉമാ തോമസിനെ പോലുള്ള MLA-മാർ ഇത് ശക്തമായി ആവശ്യപ്പെട്ട് നടന്നില്ല എങ്കിൽ ഉമാ തോമസ് രാജിക്കത്തെഴുതി കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ സ്ത്രീകളെ അപമാനിക്കുന്ന ഈ നരാധമന്മാർ നയിക്കുന്ന പ്രസ്ഥാനത്തിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഇന്ന് നിങ്ങളിലൂടെ നേടിയ MLA പദവി ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിറങ്ങി 2026 പോയി നോമിനേഷൻ കൊടുത്തിട്ട് ഉമാ തോമസ് വീട്ടിലിരിക്കൂ, സുഖമായി ജയിക്കും. LDF-ൻ്റെയോ UDF-ൻ്റെയോ BJP-യുടെയോ പിന്തുണയില്ലാതെ തന്നെ നിങ്ങൾക്ക് വിജയം ഉറപ്പായിരിക്കും. അങ്ങനെയുള്ളവരെ കേരളത്തിലെ ജനങ്ങൾ പലപ്പോഴും തിരിച്ചറിയും. പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള പ്രദേശം, തൃക്കാക്കര എന്ന് പറയുന്ന എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ അംഗീകാരം കിട്ടും. ഇപ്പോൾ എടുത്തിരിക്കുന്ന ആ സ്റ്റാൻഡിൽ നിന്ന് പിന്മാറരുത്, രാജി തന്നെ വേണം എന്ന് തീർച്ചപ്പെടുത്തുക. KK രമയ്ക്കും ഇങ്ങനെയുള്ള ഒരു മുന്നണിയോടെ ചേർന്ന് നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയാം. ഇത്തരത്തിലുള്ള നരാധമന്മാരെ തീറ്റിപ്പോറ്റി വളർത്തുന്ന നേതൃത്വം നയിക്കുന്ന മുന്നണിയിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഉമാ തോമസിനും KK രമയ്ക്കും നിയമസഭയിൽ ഒരു പ്രത്യേക ഇടം തന്നെ കിട്ടും. വടകരയിലെ UDF-ൻ്റെ പിന്തുണ ഇല്ലെങ്കിലും KK രമയ്ക്ക് അവിടെ വലിയ സ്വാധീനമുണ്ട്. TP ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ ഒരു പേരും പെരുമയും ഉണ്ട്. TP ചന്ദ്രശേഖരൻ്റെ ആ പേരിലൂടെയാണ് KK രമ ഇന്ന് നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. അത് തുടർന്നും കിട്ടും. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഈ കോൺഗ്രസ് നേതൃത്വത്തെ ഉമാ തോമസ് രാജിവെച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നേരെ എത്തും കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവും രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചിരിക്കുന്ന KC വേണുഗോപാലും കൂടെ നേരെ വീട്ടിലെത്തും. രാജി പിൻവലിക്കുമെന്ന് ആവശ്യപ്പെടും. അങ്ങനെയുള്ള ശക്തമായ നിലപാടിലേക്ക് പോകണം. കാരണം ഇത്തരത്തിലുള്ളവരുമായിട്ട് പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവറിൻ്റെ അടുക്ക പരാതി പോയിട്ടുണ്ടല്ലോ. അൻവറിൻ്റെ അടുക്ക എന്തുകൊണ്ട് പരാതി പോയി? അൻവർ ഒരു പ്രതിപക്ഷ മുഖമാണ്. കാര്യങ്ങൾ വളരെ തൻ്റെ ഇടത്തോടുകൂടി വിളിച്ചു പറയും. മറ്റൊരു PC ജോർജാണ്. PV അൻവറിൻ്റെ അടുക്കലേക്ക് അപ്രോച്ച് ചെയ്യാൻ ഇവർക്ക് സൗകര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പരാതി കൊടുത്തത്. അല്ലാതെ എന്തുകൊണ്ടാണ് പരാതി കൊടുത്തത് എന്ന് ചോദ്യം ഉയരുമ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് സമീപിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പരാതി അവിടെയും ചെന്നത്. അപ്പോൾ കൊടുക്കാവുന്ന ഇടങ്ങളിലൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടും ഇവർക്ക് ആർക്കും തന്നെ രക്ഷ കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രാഹുലിനെ പോലുള്ളവരെ ഒരിക്കലും പാർട്ടി ചുമക്കരുത്. പാർട്ടി തന്നെ നാറും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നാറും എന്നല്ല, നാറി തുടങ്ങിക്കഴിഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് വലിയ പ്രതീക്ഷയിലല്ലേ മുമ്പോട്ട് പോയത്? ആ പ്രതീക്ഷകളൊക്കെ പോയില്ലേ, തകർന്ന് തരിപ്പണമായില്ലേ? കോൺഗ്രസ് പാർട്ടിക്ക് ഇനി എങ്ങനെ രക്ഷപ്പെട്ട് കയറാൻ പറ്റും? മുന്നണിയും തകർച്ചയിലേക്കല്ലേ നീങ്ങുന്നത്. അതുകൊണ്ട് ഒറ്റ ആവശ്യമേ ഉള്ളൂ ഇവിടുത്തെ വോട്ടർമാർക്ക്. അവരുടെ കണ്ണിൽ നിങ്ങൾ പൊടിയിടരുത്. ഈ മാങ്കൂട്ടത്തിന് MLA പദവി ചോദിച്ചു വാങ്ങുക, രാജി, അതാണ് വേണ്ടത്. സണ്ണി ജോസഫ് അവിടെയാണ് ഇടപെടേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.